യാത്രക്കാരെ വഹിച്ചുകൊണ്ട് വിജയകരമായി യാത്ര പൂർത്തിയാക്കി ബീറ്റ ടെക്നോളജീസിന്റെ ആലിയ CX-300 ഇലക്ട്രിക് വിമാനം വ്യോമയാന ചരിത്രത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വിമാനമാണ്. ഈ മാസം ആദ്യം ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്ന് യുഎസിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്ക് 4 യാത്രക്കാരുമായി പറന്ന വിമാനം വെറും 30 മിനിറ്റിലാണ് 70 നോട്ടിക്കൽ മൈൽ താണ്ടിയത്. ഇതേ ദൂരം യാത്ര ചെയ്യാൻ ഒരു ഹെലികോപ്റ്ററിന് 13,885 രൂപ വേണ്ട സ്ഥാനത്താണ് ഇലക്ട്രിക് വിമാനത്തിന് വെറും 694 രൂപ ചെലവായത്. എഞ്ചിനുകളും പ്രൊപ്പല്ലറുകളും ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് സുഖമായി സംസാരിക്കാനും സമാധാനമായി ഇരിക്കാനും കഴിയും. പൈലറ്റിന്റെ ശമ്പളം ഉൾപ്പെടെ കണക്കാക്കിയാൽ പോലും ഈ ഇലക്ട്രിക് വിമാനം ലാഭകരമാണെന്ന് ബീറ്റ ടെക്നോളജീസിന്റെ സ്ഥാപകനും സിഇഒയുമായ കൈൽ ക്ലാർക്ക് പറയുന്നു. വെർമോണ്ടിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീറ്റ ടെക്നോളജീസ് 2017 സ്ഥാപിതമായത്. ഇലക്ട്രിക് വിമാനങ്ങളുടെ ഉൽപാദനം, സർട്ടിഫിക്കേഷൻ, വാണിജ്യവൽക്കരണം എന്നിവ വേഗത്തിലാക്കാൻ അടുത്തിടെ $318 മില്യൺ ധനസഹായം കമ്പനി സ്വരൂപിച്ചിരുന്നു. ഈ വർഷം അവസാനത്തോടെ വിമാനത്തിന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുക എന്നതാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഒറ്റ ചാർജിൽ 250 നോട്ടിക്കൽ മൈൽ വരെ പറക്കാൻ ബീറ്റ വിമാനങ്ങൾക്ക് കഴിയുന്നതിനാൽ നഗരങ്ങൾക്കും പ്രാന്തപ്രദേശങ്ങൾക്കുമിടയിലുള്ള യാത്ര നടത്താൻ ഇത് അനുയോജ്യമാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. പറക്കും ടാക്സി എന്നാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങൾ അറിയപ്പെട്ടിരുന്നത്.